ഈ റിപ്പോർട്ട് ഏതെങ്കിലും നിയമപരമായ ഇതിനോ DGPക്ക് വല്ല കൈമാറുകയോ വല്ലതും സർക്കാർ ചെയ്തിരുന്നു? ഇല്ല, ഞങ്ങൾ കൈമാറി വിവരാവകാശ കമ്മീഷൻ ഞങ്ങളോട് ചോദിച്ചു, റിപ്പോർട്ടോടെന്ന് ചോദിച്ചു. ഞങ്ങളത് സീൽ ചെയ്ത് നേരെ വിവരാവകാശ കമ്മീഷൻ കൊടുത്തു. അദ്ദേഹം അതിന്മേൽ തീരുമാനം എടുത്തു. പല ബിംബങ്ങളും തകർന്നു അതൊന്നുമല്ല, ഞങ്ങൾ കൊടുത്തു. പിന്നെ അതിന്മേൽ തീരുമാനം എടുക്കേണ്ട അവരാണ്, അവർ തീരുമാനം എടുത്തു. എന്തെങ്കിലും ബിംബങ്ങൾ തകർന്നു വീഴും? ഏത് ബിംബമാണ്? സിനിമാ മേഖലയിലെ റിപ്പോർട്ട് ഞാൻ വായിക്കാത്ത കാര്യം എങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. അതിനകത്ത് വല്ല ബിംബങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. റിപ്പോർട്ടിനകത്ത് പ്രസക്ത ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്, അത് മാത്രം മതിയല്ലോ. നിങ്ങൾ ഈ പറഞ്ഞ ഭാഗത്തിനകത്ത് ഉണ്ടെങ്കിൽ എനിക്കത് വായിക്കേണ്ട കാര്യമില്ല. കാരണം എന്റെ മുമ്പിലുള്ള വിഷയമല്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ കോടതി പോവാം, അല്ലെങ്കിൽ പോലീസിൽ പോവാം. ഈ പ്രസക്ത ഭാഗങ്ങൾ കണ്ടതിൽ നടപടി എടുക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ടാണ് പ്രസക്ത ഭാഗങ്ങളും നിർദ്ദേശങ്ങളും നിഗമനങ്ങളും നടപടി എന്ന് പറഞ്ഞാൽ ആ രംഗത്ത് നമ്മൾ നടപ്പാക്കേണ്ട കാര്യങ്ങളുണ്ട്. ആ രംഗത്ത് നടപ്പാക്കേണ്ട ഇപ്പൊ സ്ത്രീകളുടെ സുരക്ഷിതത്വം അതിനകത്ത് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കും. ആ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സാമ്പത്തിക വരുമാനം സംബന്ധിച്ചുള്ള പ്രശ്നമുണ്ട്, ഉറപ്പാക്കും. ആ സിനിമാ രംഗത്ത് തൊഴിൽ സമയത്തെ സംബന്ധിച്ച് ഒരു ക്ലിപ്തത വേണം, ഉറപ്പായും നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഈ പ്രശ്നങ്ങളെല്ലാം നിർദ്ദേശങ്ങൾ നിഗമനമായിട്ട് വന്നിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്ത് ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ കോടതിയിൽ അവതരിപ്പിച്ച് അത് അന്തിമം അതിനെ തുടർന്ന് അവരുടെ വിവരാവകാശ കമ്മീഷനിലേക്ക് പോകും. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയോ അല്ലെങ്കിൽ അവരോട് എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ അർഹമായ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തു കൊടുത്തില്ല? അങ്ങനെ റിപ്പോർട്ട് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ വ്യക്തമായി പറയാം, റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം അറിയേണ്ട കാര്യങ്ങളൊന്നും അതിനകത്തില്ല. അവർക്കത് തോന്നി കാണത്തില്ല കൊടുക്കണോ. ആ റിപ്പോർട്ടിന്റെ പ്രസക്തമായ ഭാഗങ്ങളാണ് ഗവൺമെന്റ് മുമ്പിലേക്ക് വന്നത്. ബാക്കി മറ്റു മൊഴികളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അവിടെ സൂക്ഷിക്കേണ്ട, അവിടെ കീപ്പ് ചെയ്യേണ്ട കാര്യം. അപ്പൊ അത് കൊടുക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പീലിൽ പോയി. അവര് വിവരാവകാശ കമ്മീഷൻ പോയി. കമ്മീഷനും പറഞ്ഞെന്താ, ആരെങ്കിലും വ്യക്തിപരമായി മോശപ്പെടുത്തുന്ന ഭാഗമുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പ്രസിദ്ധീകരിക്കണം. ഇതല്ലേ അവർ പറഞ്ഞത്. ഹൈക്കോടതി പറഞ്ഞത് അത് തന്നെയല്ലേ. പിന്നെ ഇത് പുറത്തു വിടുന്നത് എന്താ പ്രശ്നം? പുറത്തു വിടണമെന്നുള്ള സ്റ്റാൻഡ് തന്നെയാണ് ഗവൺമെന്റ് ഉള്ളത്. വിട്ടോ, അത് ആ സമയമാകുമ്പോൾ വിട്ടില്ലെങ്കിൽ നമുക്ക് യോജിച്ച് കോടതിയിലേക്ക് പോകാം. 1 കോടി രൂപയിലധികമാണ് ഈ ക്ഷേമ പ്രവേശനത്തിന് വേണ്ടി സർക്കാർ പൊതുപണമായിട്ട് ചെലവഴിച്ചിരിക്കുന്നത്. ആ 1 കോടി രൂപ മുടക്കി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് അത് ഈ സമൂഹത്തിലെ ചില പുഴുക്കുത്തുകളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് പുറത്തു വരാൻ മലയാള സിനിമയെ പിന്നെ രംഗത്തെ പ്രശ്നങ്ങൾ പഠിക്കാനും അത് നടപ്പാക്കാനും അതിനെ നന്നാക്കിയെടുക്കാനും 1 കോടി രൂപ വലിയൊരു തുകയായിട്ട് ഞാൻ കാണുന്നില്ല. അത് പിന്നെ കേരളത്തിന്റെ പിന്നെ വ്യവസായമായിട്ട് മാറുമ്പോൾ അതിനൊക്കെ വലിയ പ്രയോജനം കേരളം പുഴുക്കുത്തുണ്ടോ എനിക്കറിയില്ലെന്ന് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൃത്യങ്ങൾ അന്ന് പറയുന്ന പുഴുക്കുത്തിനെ എനിക്കറിയില്ലെന്ന് ഞാൻ വായിച്ചിട്ടുള്ള വായിക്കാത്ത കാര്യം എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റും. ഞാൻ വായിക്കാത്തൊരു കാര്യം ഞാനങ്ങനെ എന്റെ മുമ്പിൽ വന്നിട്ടുള്ള നിർദ്ദേശങ്ങളും നിഗമനങ്ങളുമാണ്. ആ നിർദ്ദേശവും നിഗമനം ഞങ്ങൾ ചർച്ച ചെയ്ത് ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങളുടെ സാന്നിധ്യത്തിൽ പരസ്യമായിട്ട് കോൺക്ലേവ് അവതരിപ്പിക്കും. കോൺക്ലേവ് ഒക്ടോബർ നടത്തും, ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട്.